ഈ മൂക്കറ്റം പെർഫോമൻസ് ഉള്ള ഗെയിമിംഗ് ലാപ്ടോപ്പ് ഒക്കെ ചോദിച്ചു കേട്ടു. എന്നാ പിടിച്ചോളാ. ബാക്ക് ടു ക്യാരക്ടർ. ഒരു പൂരപ്പുറമ്പ് ഫീലുണ്ട്. 6 GB മേളം. ഇതാണ് ലെനോവോയുടെ ലീജിയൻ പ്രോ 7i ഇൻ കൊളാബറേഷൻ വിത്ത് ഇന്റൽ ആൻഡ് ലെനോവോ. ഇന്റലിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കോർ അൾട്രാ 9 കിട്ടില്ല പ്രൊസസറും പിടിച്ചാൽ കിട്ടാത്ത NVIDIAയുടെ GeForce RTX 5080 ഗ്രാഫിക്സ് ഒക്കെ ഉള്ള ഈ ലാപ്ടോപ്പിൽ എന്തൊക്കെയാണുള്ളതെന്നും ഇത് നിങ്ങൾ വാങ്ങിക്കണോ എന്നും വിശദമായിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. ഇതിന്റെ ചുറ്റും നിങ്ങൾക്ക് ലൈറ്റ് ഉണ്ട്, എക്സോസ്റ്റ് വെന്റിലെ ലൈറ്റ്, ഫ്രണ്ടിലെ ലൈറ്റ്, ലോഗോയിൽ ലൈറ്റ്, കീബോർഡിൽ ലൈറ്റ്, കംപ്ലീറ്റ്ലി ലുക്സ് റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. ലീജിയന്റെ ബ്രാൻഡിംഗ് ഇപ്പൊ സെന്ററിലാണ് വരുന്നത്. ബാക്കിൽ എക്സോസ്റ്റിന്റെ മിഡിലായിട്ട് നിങ്ങൾക്ക് ലെനോവോയുടെ ലോഗോയും കാണാം. ആൻഡ് ഈ ലൈറ്റ്സ് എല്ലാം തന്നെ നിങ്ങൾക്ക് ലെനോവോ ലീജിയൻ സ്പേസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിനകത്ത് കസ്റ്റമൈസ് ചെയ്യാം. ബ്രൈറ്റ്നസ് കൂട്ടാം, കുറയ്ക്കാം, പലതരം ലൈറ്റിംഗ് എഫക്ട്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. കീബോർഡ്, ഫ്രണ്ട്, ബാക്ക്, ലോഗോ എന്നിങ്ങനെയൊക്കെ പെർ കെ നിങ്ങൾക്ക് RGB കിട്ടുന്നുണ്ട്. ഈവൻ സ്ക്രീനിൽ കാണുന്ന കാര്യത്തിന് മാച്ച് ആകുന്ന രീതിയിൽ വരെ നിങ്ങൾക്ക് RGB കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് കാണാൻ തന്നെ അടിപൊളിയാക്കുന്നുണ്ട് ലാപ്ടോപ്പിനെ. സോളിഡ് ആയിട്ടുള്ള ബിൽഡാണ്. ടോപ്പിലും അലുമിനിയം, ബോട്ടമിലും അലുമിനിയം, ബാക്കിയുള്ളതെല്ലാം പോളി കാർബണേറ്റ് ആണ്. ടോപ്പ് ലിഡിൽ ചെറിയ ഒരു ഫ്ലെക്സ് ഉണ്ട്. കീബോർഡിൽ കാര്യമായിട്ടുള്ള ഫ്ലെക്സ് ഒന്നുമില്ല. സിംഗിൾ ഹാൻഡ് കൊണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. ആൻഡ് ഓഫ് കോഴ്സ് ഇറ്റ്സ് എ ഗെയിമിംഗ് ലാപ്ടോപ്പ്, സോ അത്യാവശ്യം ഹെവി ആണ്. ലാപ്ടോപ്പ് നിങ്ങൾക്ക് 120 ഡിഗ്രീസ് വരെയാണ് ടിൽറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ആൻഡ് സ്ക്രീൻ വോബിൾ ഒന്നും കാര്യമായിട്ടില്ല. കാരണം ഹിഞ്ചസ് ലീജിയൻ ലാപ്ടോപ്സിൽ അത്യാവശ്യം സ്ട്രോങ് ആണ്. ഇതിലും സ്ട്രോങ് ആണ്. ബ്ലാക്ക് എക്ലിപ്സ് എന്ന ഒരൊറ്റ കളറിലാണ് വരുന്നത്. ഇതിന്റെ വൈറ്റ് കളറും കൂടെ വന്നാൽ അടിപൊളി ആയനെ. എന്തായാലും 2.65 കിലോഗ്രാം ആണ് ഇതിന്റെ വെയിറ്റ്. കൂടെ ഒരു യമണ്ടൻ 400 വാട്ടിന്റെ ഒരു ചാർജിങ് ബ്രിക്ക് ആണ് വരുന്നത്. രണ്ടും കൂടി നിങ്ങൾ ബാഗിലിട്ട് നടക്കുവാണെങ്കിൽ ഏകദേശം 4 കിലോളം വെയിറ്റ് വരും. കോർ അൾട്രാ 9 275 HX പ്രോസസർ. ഇത് ടോപ്പ് ലെവൽ പ്രോസസർ ആണ്. 24 കോർ, 24 ത്രെഡ്, 5.4 GHz ക്ലോക്ക് സ്പീഡ്. ഒപ്പം ഇന്റലിന്റെ AI ബൂസ്റ്റും വരുന്നുണ്ട്. ഇന്റൽ കോർ അൾട്രാ 9 സീരീസിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല. ഞാനിവിടെ സിനിബെഞ്ച് R3യുടെ CPU സ്കോർസിന്റെ ബെഞ്ച് മാർക്ക് കാണിച്ചു തരാം. ആ നമ്പേഴ്സ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം കേപ്പബിൾ ആയിട്ടുള്ള ചിപ്സെറ്റ് ആണ് ഇത് എന്ന്. കൂടാതെ ഇന്റൽ കോർ അൾട്രാ CPUസിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സുഖമായിട്ട് മൾട്ടി ത്രെഡിങ് ചെയ്യാനായിട്ട് പറ്റും. എന്നാൽ പവർ എഫിഷ്യന്റും ആണ്. കാരണം അപ്ഗ്രേഡ് ആയിട്ടുള്ള പവർ ആൻഡ് എഫിഷ്യൻസി കോഴ്സ് ആണ് ഇതിനകത്തേക്ക് വരുന്നത്. കൂടെ NVIDIA GeForce RTX 5080 ഗ്രാഫിക്സ് കാർഡാണ്. 16 GB VRAM ആണുള്ളത്. 175 വാട്ടിന്റെ ടോട്ടൽ ഗ്രാഫിക്സ് പവർ ആണ്. ഇതിനകത്തുള്ളത് 32 GB റാം. 2 സ്ലോട്ട്സ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 64 GB വരെ എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. കൂടെ 1 TB SSD ആണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് 2 TB SSD ആക്കാം. 2 സ്ലോട്ട്സ് ഉണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള Wi-Fi 7 Bluetooth 5.4 കിട്ടുന്നുണ്ട്. ലാപ്ടോപ്പിനൊപ്പം 3 മാസത്തിന്റെ Xbox ഗെയിം പാസും കൂടി വരുന്നുണ്ട്. ലെനോവോ ലീജിയൻ സ്പേസിനകത്ത് നിങ്ങൾക്ക് പോർട്ടായിട്ടുള്ള കുറേ അധികം ഗെയിമിംഗ് ഫീച്ചേഴ്സ് ഉണ്ട്. ഗെയിമിംഗ് സോണിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബിഗിനർ ആണെങ്കിൽ ഗെയിം എങ്ങനെ കളിക്കണമെന്ന് പഠിപ്പിച്ചു തരുന്ന ഗെയിം കമ്പാനിയൻ ഉണ്ട്. ഗെയിം കളിക്കുന്നതിനിടയ്ക്കുള്ള വിഷ്വൽസ് എല്ലാം നിങ്ങൾക്ക് ഒരു റീൽ ആക്കണം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യണമെങ്കിൽ പവർഡായിട്ട് അത് ക്ലിപ്പ് ചെയ്യാനുള്ള ഗെയിം ക്ലിപ്പ് മാസ്റ്റർ പോലത്തെ ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. ആൻഡ് ഈ സ്പോർട്സിന് വേണ്ടി ഗെയിം കോച്ച് ഒക്കെ ഉണ്ട്. മൈക്രോസോഫ്റ്റ് ഓഫീസ് ട്രയൽ ആണ്. വേണമെങ്കിൽ 2000 രൂപ കൊടുത്ത് മേടിക്കുന്ന സമയത്ത് അത് ആഡ് ചെയ്യാം. ബാറ്ററി 2 ഓപ്ഷൻസിൽ വരുന്നുണ്ട്. 80 വാട്ട് അവറിന്റെയും ഉണ്ട്, 99.9 വാട്ട് അവറിന്റെയും ഉണ്ട്. അതിനനുസരിച്ച് ബാക്കപ്പ് കൂടും, വെയിറ്റും കൂടും. പക്ഷെ ബാറ്ററി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇതിനകത്തുള്ള പെർഫോമൻസ് മാനേജ് ചെയ്യുന്ന AI ചിപ്പുകളാണ്. 2 എണ്ണം ഉണ്ട്. ലെനോവോയുടെ LA1 എന്ന് പറയുന്ന ചിപ്പും ഉണ്ട്, ലെനോവോയുടെ LA3 എന്ന് പറയുന്ന ചിപ്പും ഉണ്ട്. പെർഫോമൻസ്, ബാറ്ററി, ഗ്രാഫിക്സ്, പവർ ഇതെല്ലാം തന്നെ നിങ്ങളുടെ ഉപയോഗം അനുസരിച്ച് ഇത് പഠിച്ച് ഓട്ടോമാറ്റിക് ആയിട്ട് AI അൽഗോരിതം വെച്ച് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇവിടെ കുറച്ച് ബെഞ്ച് മാർക്സുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തായാലും ഫ്ലാഗ്ഷിപ്പ് ലെവലായിട്ടുള്ള ഹൈ എൻഡ് എഡിറ്റിംഗ്, ഹൈ എൻഡ് ഗെയിമിംഗ്, കോഡിംഗ്, മ്യൂസിക് പ്രൊഡക്ഷൻ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് ചെയ്യാം. കാരണം ടോപ്പ് ലെവലായിട്ടുള്ള ഗ്രാഫിക്സും ടോപ്പ് ലെവലായിട്ടുള്ള പ്രോസസറും ആണ് ഉള്ളത്. ഈവൻ 3D റെൻഡറിംഗും ചെയ്യാൻ പറ്റും. ഞാൻ ബ്ലെൻഡറിന്റെ ഒരു ടെസ്റ്റ് സ്കോറും കൂടി കാണിച്ചു തരാം. ഇനി 3D ബെഞ്ച് മാർക്കിന്റെ ഗെയിമിംഗ് സ്കോർസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. മാക്സിമം 275 വാട്ട്സ് വരെയാണ് ഇതിന്റെ തെർമൽ ഡെസിപ്പേഷൻ പവർ വരുന്നത്. സോ യെസ്, ദിസ് ഈസ് എ ഹോട്ട് ലാപ്ടോപ്പ്. പക്ഷേ ഈ ബാക്കിൽ കാണുന്ന എക്സോസ്റ്റ് പോലിരിക്കുന്ന വെന്റ് വെറുതെ അല്ല. ഇതിനകത്ത് നിങ്ങൾക്ക് 3 ഫാൻസ് ഉണ്ട്. ലെനോവോയുടെ ലീജിയൻ കോൾഡ് ഫ്രണ്ട് വേപ്പർ വിത്ത് ഹൈപ്പർ ചേംബർ ടെക്നോളജി എന്നാണ് പറയുന്നത്. ബാക്കിൽ വലിയ 2 വെന്റുകളാണ് നിങ്ങൾക്ക് കാണാൻ വരുന്നത്. സൈഡിൽ യാതൊരു വെൻസും ഇല്ല. അടിയിൽ കൂടി കാറ്റ് വലിച്ചെടുത്ത് ബാക്കിൽ കൂടി വേപ്പർ ചേംബർ കൂളറൊക്കെ വഴിയാണ് ഇത് കൂൾ ചെയ്യുന്നത്. മാക്സ് പെർഫോമൻസിലാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ലീജിയൻ സ്പേസ് ആപ്ലിക്കേഷൻ അകത്ത് പോയി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പെർഫോമൻസ് വെക്കാം. ക്വയറ്റ് വേണോ, ബാലൻസ്ഡ് വേണോ, എക്സ്ട്രീം പെർഫോമൻസ് വേണോ, നിങ്ങൾക്ക് തന്നെ എന്തോരം പെർഫോമൻസ് വേണമെന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. വെൽ, ഗെയിം ടെസ്റ്റ് ഞാൻ ചെയ്ത് നോക്കി. കൗണ്ടർ സ്ട്രൈക്ക് 2 ഏറ്റവും ഹയസ്റ്റ് സെറ്റിംഗിൽ 200 FPS മുകളിൽ സുഖമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. യാതൊരു ഗ്ലിച്ചും ഇല്ല, ലാഗും ഇല്ല, സ്റ്റട്ടറും ഇല്ല. ഈസിലി നിങ്ങൾക്ക് കളിക്കാനായിട്ട് പറ്റും. ചില സമയങ്ങളിൽ 300 FPS മുകളിൽ വരെ ഈ ഒരു ഗെയിം പോകുന്നുണ്ട്. സോ ഗെയിമിംഗ്
ഗെയിമിംഗ് വൈസ് യാതൊരു പ്രശ്നവുമില്ല. ഈവൻ GTA 5 എൻഹാൻസ് എഡിഷൻ ഞാൻ മാക്സിമം സെറ്റിംഗിൽ വെച്ച് കളിച്ചിട്ട് പോലും 150-160 FPS മുകളിൽ സുഖമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഈവൻ ഞാൻ ഈ ഫുട്ബോൾ കളിച്ച് നോക്കി സ്റ്റേബിൾ ആയിട്ടുള്ള 60 FPS ആണ് കിട്ടുന്നത്. ഐ തിങ്ക് മാക്സ് 60 FPS വരെ പോകുള്ളൂ. ബട്ട് യാതൊരു കുഴപ്പമില്ല. ഗെയിമിംഗ് ആണ് നിങ്ങളുടെ മൈൻഡ് എങ്കിൽ 5080 എന്ന് പറയുന്നത് ഹെവി പെർഫോമൻസ് തരുന്ന ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു ഗ്രാഫിക്സ് കാർഡ് തന്നെയാണ്. റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് RJ45 LAN പോർട്ട്, ഫിസിക്കൽ ഷട്ടർ ബട്ടൺ, 2 USB 3.2 Gen 1 Type A പോർട്സ്, ഹെഡ്ഫോൺ ആൻഡ് മൈക്ക് കോംബോ ജാക്ക്. ലെഫ്റ്റിലായിട്ട് നിങ്ങൾക്ക് പവർ ഇൻപുട്ട് ഉണ്ട്, HDMI 2.1 പോർട്ട്, USB 3.2 Gen 1 Type C ഡിസ്പ്ലേ ഔട്ട്പുട്ട് ഉള്ള പോർട്ട്, പവർ ഡെലിവറി 3.1 സപ്പോർട്ട് ചെയ്യുന്നുണ്ട് 140 വാട്ട്സ് വരെ. സൈഡിൽ Thunderbolt 4 പോർട്ടും നിങ്ങൾക്ക് വരുന്നുണ്ട്. കൂടെ 3.2 Gen 2 Type A ഓൾവേസ് ഓൺ പോർട്ടും കൂടി വരുന്നുണ്ട്. ഇത് ലാപ്ടോപ്പ് ഓഫ് ആണെങ്കിലും നിങ്ങൾക്ക് ഫോണൊക്കെ കുത്തി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബട്ട് ബാക്കിൽ യാതൊരു പോർട്ടുകളും ഇല്ല, കാരണം ആ ഒരു കൂളിംഗ് സിസ്റ്റം ഉള്ളതുകൊണ്ട്. ഇനി ലെനോവോയുടെ ട്രൂ സ്ട്രൈക്ക് കീബോർഡ് ആണ് വരുന്നത്. പ്രീമിയം ആയിട്ടുള്ള ഫീലാണ് ടൈപ്പ് ചെയ്യുമ്പോൾ. യു ഷേപ്ഡ് കീസ് ആണ്. 1.6 mm ട്രാവൽ വരുന്നുണ്ട്. പെർ കീ നിങ്ങൾക്ക് RGB വരുന്നുണ്ട്. കൂടാതെ ഈ ഒരു വെറൈറ്റി ബോക്സും കൂടെ വരും. ഇതിനകത്ത് നിങ്ങൾക്ക് എക്സ്ട്രാ കീ ക്യാപ്സ് ആണ് വരുന്നത്. കീ ക്യാപ്പ് റിമൂവ് ചെയ്യാനുള്ള ടൂളും ഉണ്ട്. നിങ്ങൾക്ക് WASD കീ ക്യാപ്സ് ഊരിയിട്ട് നിങ്ങൾക്ക് വേണ്ട പോലെ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം സൈസ് ട്രാക്ക് പാഡ് ആണ്. ഏകദേശം ലെഫ്റ്റിലേക്കാണ് ഓഫ് സെന്റർ ആയിട്ടുള്ളത്. ബട്ട് ഓൾ ക്ലിക്കബിൾ പാഡ് ആണ് ആൻഡ് മൾട്ടി ജസ്റ്റേഴ്സും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വളരെ സ്മൂത്ത് ആണ്. ഫൈനലി ലീജിയൻ ലാപ്ടോപ്സിൽ LCD ഡിസ്പ്ലേയിൽ നിന്നും മാറി ഒരു OLED ഡിസ്പ്ലേയിലേക്ക് വന്നിരിക്കുകയാണ്. 16 ഇഞ്ചിന്റെ OLED ഡിസ്പ്ലേ WQXGA പാനലാണ്. 1600p 16:10 റേഷ്യോയിൽ വരുന്ന 240 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ്. ഈസിലി 500-600 FPS വരെ പോകും. ഈ സ്പോർട്സ് ഗെയിമിങ്ങിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഡിസ്പ്ലേ ആണ്. 100% DCI P3 കളർ ഗാമറ്റോട് കൂടി 500 nits വരെ ബ്രൈറ്റ്നസ് പോകുന്നുണ്ട്. ആൻഡ് ഡിസ്പ്ലേ HDR ട്രൂ ബ്ലാക്ക് 1000 ഉണ്ട്. സോ ലോക്കലി HDR ബ്രൈറ്റ്നസ് 1000 nits വരെ പോകാനായിട്ട് പറ്റും. ഡോൾബി വിഷൻ, NVIDIA G-Sync എല്ലാം ഉണ്ട്. ബട്ട് ഇതൊരു ഗ്ലോസി പാനലാണ്. സോ ബ്ലാക്ക് സ്ക്രീനുകളിൽ നിങ്ങൾക്ക് റിഫ്ലക്ഷൻ കാണാനായിട്ട് പറ്റും. ബട്ട് പഞ്ചി ആയിട്ടുള്ള കളേഴ്സ് ആൻഡ് ബ്രൈറ്റ് ആയിട്ടുള്ള സ്ക്രീനുകളിലൊന്നും യാതൊരു റിഫ്ലക്ഷനും വരുന്നില്ല. ഈവൻ ആന്റി ബേണിംഗ് ടെക്നോളജിയും വന്നിട്ടുണ്ട്. നല്ലൊരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ആണ്. ക്വാഡ് സ്പീക്കേഴ്സ് ആണ് വരുന്നത്. നിങ്ങൾക്ക് 2 വാട്ടിന്റെ ട്വീറ്റേഴ്സും 2 വാട്ടിന്റെ വൂഫേഴ്സും വരുന്നുണ്ട്. സൗണ്ട് അത്യാവശ്യം ലൗഡ് ആൻഡ് ക്ലിയർ ആണ്. ചെറിയൊരു ബേസ് ഫീൽ ചെയ്യുന്നുണ്ട്. വെൽ ഡോൾബി അറ്റ്മോസിന്റെ ഒരു സപ്പോർട്ട് ഇതിനകത്ത് കണ്ടില്ല. ബട്ട് നഹീമിക് സൗണ്ട് ബൈ സ്റ്റീൽ സീരീസ് ഇതിനകത്തുണ്ട്. സോ 3D ഓഡിയോയുടെ ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. AI പവേർഡ് ആയിട്ടുള്ള. ഏകദേശം ഈ ഒരു ക്വാളിറ്റിയാണ് മുന്നിലുള്ള വെബ് ക്യാമറയ്ക്ക് വരുന്നത്. ആൻഡ് ഓഡിയോവും റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുന്നത് ഇതിനകത്തുള്ള മൈക്രോഫോണിൽ നിന്നാണ്. എനിക്ക് കാണുമ്പോൾ നല്ല ക്ലാരിറ്റി ഉണ്ട്, കാരണം OLED ഡിസ്പ്ലേയിലൊക്കെയാണ്. നിങ്ങൾക്ക് കണ്ടിട്ട് എന്താണ് അഭിപ്രായം എന്ന് കമന്റ് ചെയ്യുക. 99.9 വാട്ട് അവറിന്റെ ബാറ്ററി ആയതുകൊണ്ട് ഏകദേശം 2 to 2.5 ഓൾമോസ്റ്റ് 3 അവേഴ്സിന്റെ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. വെൽ നിങ്ങൾ ഗെയിം കളിക്കുന്നില്ല, IGPUലാണ്, 50% ബ്രൈറ്റ്നസ്സിലാണ് എന്നുണ്ടെങ്കിൽ, ബട്ട് ഗ്രാഫിക്സ് കാർഡ് വർക്ക് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ പ്ലഗ് ഇൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. 30 മിനിറ്റ്സിനകത്ത് നിങ്ങൾക്ക് 60%, 1 hour 15 മിനിറ്റ്സിൽ ഫുൾ ചാർജ് ആവും. ലെനോവോ വാൻറ്റേജ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനകത്ത് നിങ്ങൾക്ക് പവർ, ഡിസ്പ്ലേ, സൗണ്ട്, ഇൻപുട്ട് എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും കസ്റ്റമൈസ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് മോഡ്സ് മാറണമെങ്കിൽ നിങ്ങൾക്ക് ലെനോവോ ലീജിയൻ സ്പേസിനകത്ത് പോയിട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് ക്വയറ്റ് വേണോ, പെർഫോമൻസ് വേണോ, ബാലൻസ്ഡ് വേണോ, ഇതെല്ലാം നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈവൻ RGB കസ്റ്റമൈസ് ചെയ്യാനും GPU മോഡ്സ് ഹൈബ്രിഡ് ആണോ, ഹൈബ്രിഡ് ഓട്ടോ ആണോ, ഇന്റഗ്രേറ്റഡ് GPU മാത്രം മതിയോ, അതോ ഡെഡിക്കേറ്റഡ് GPU മാത്രം മതിയോ എന്നിങ്ങനെയെല്ലാം ചൂസ് ചെയ്യാനായിട്ടും പറ്റും. ഈ ലാപ്ടോപ്പ് ഏകദേശം 2 to 2.5 lakhsന്റെ ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. നിങ്ങൾക്ക് വേണ്ട രീതിക്ക് lenovo.com പോയിട്ട് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് പറ്റും. എന്തൊക്കെ കാര്യങ്ങൾ വേണം വേണ്ട എന്നുള്ളത് ആഡ് ചെയ്യുന്നതനുസരിച്ചിരിക്കും ഫൈനൽ പ്രൈസ് നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ മൊത്തത്തിൽ കൈ കാശുണ്ടോ അത് കൊടുക്കുകയാണെങ്കിൽ കൊടുക്കുന്ന പൈസക്കുള്ള മുതൽ ഈ സാധനത്തിനകത്തുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ചെക്ക് ചെയ്ത് നോക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അൺടിൽ നെക്സ്റ്റ് ടൈം, ഞാൻ ജിമ്മി പോയിട്ട് വരാം.